ഹലോ മൈ ലവ്ലീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഭിന. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ഞാൻ തന്നെ പരീക്ഷിച്ച് എനിക്ക് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ്. എൻ്റെ അണ്ടർ ഐസ് ഭയങ്കര ഡാർക്കായിട്ട് എനിക്ക് പല സമയത്തും തോന്നാറുണ്ട്. ആ സമയത്തൊക്കെ ഈ ഒരു ക്വിക്ക് DIY ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട്സ് കാണാനും പറ്റാറുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്താലോ എന്ന് വിചാരിച്ചു. സോ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. കടലപ്പൊടി നമ്മളുടെ കണ്ണിൻ്റെ അടിയിൽ അഥവാ കുറച്ച് ടാൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ കണ്ണിൻ്റെ അടിയിൽ എന്തെങ്കിലും രീതിയിൽ ഡെഡ് സ്കിന്നോ അല്ലെങ്കിൽ ഓയിലിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കടലപ്പൊടി. അതുകൊണ്ട് കടലപ്പൊടി ഞാനിവിടെ കുറച്ച് എമൗണ്ടേ എടുത്തിട്ടുള്ളൂ, ബിക്കോസ് രണ്ട് കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്യാൻ അത്രയും ആവശ്യം വരും. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് മഞ്ഞൾപ്പൊടിയാണ്. കസ്തൂരി മഞ്ഞളും നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് നമ്മളുടെ ഡാർക്ക് സർക്കിൾസിനെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഹണിയാണ്. ഹണി നമ്മളുടെ കണ്ണിൻ്റെ അടിയിൽ വരാൻ സാധ്യതയുള്ള ചുളിവുകളൊക്കെ റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഞാൻ കുറച്ച് തൈരും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. തൈര് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നാച്ചുറൽ ആയിട്ടുള്ളൊരു ബ്ലീച്ചാണ്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്ത് നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് എനിക്കിഷ്ടം, ബിക്കോസ് കണ്ണിൻ്റെ അടിയിൽ വെച്ചപാട് തിന്നായിട്ടുള്ള ലൂസ് പേസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ താഴത്തോട്ടേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ തിക്കായിട്ടുള്ള പേസ്റ്റ് ഞാൻ എൻ്റെ കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്യുകയാണ്. ഈ ഒരു മാസ്ക് ശരിക്കും നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും. ഞാൻ എക്സാമിനൊക്കെ പോയി കഴിഞ്ഞിട്ട് വരുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ അടിയൊക്കെ ഭയങ്കര ഡാർക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇതെനിക്ക് ആ സമയത്തൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ലൈറ്റൻ ആവുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റേതായ ബെനിഫിറ്റ്സും കിട്ടുന്നതായിരിക്കും. കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 to 20 minutes വെച്ചാൽ മതി, അല്ലെങ്കിൽ ഡ്രൈ ആവുന്നത് വരെ വെച്ചാൽ മതി. അതിനുശേഷം ക്ലീൻ ആയിട്ടുള്ള വാട്ടർ വെച്ചിട്ട് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടത്. ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആൽമണ്ട് ഓയിലാണ് നെക്സ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്. കുറച്ചൊരു സർക്കുലേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൽമണ്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു ഫിംഗർ വെച്ചിട്ട് മാത്രമായിരിക്കണം നമ്മൾ എല്ലാ കൈൻഡ്സ് ഓഫ് മസാജിങ്ങും അണ്ടർ ഐസിൽ ചെയ്യേണ്ടത്. അതിപ്പോൾ ഏത് കൈൻഡ് ഓഫ് അണ്ടർ ഐ ക്രീം ആയാൽ പോലും. അപ്പോൾ ഈ ഓയിലും കൂടെ നല്ലവണ്ണം നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഒരു 2 to 5 minutes മസാജ് ചെയ്താൽ മതി. ഇതിനുശേഷം നമ്മൾക്ക് പോയിട്ട് കിടന്നുറങ്ങാവുന്നതാണ്. വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു റെമഡി ഫോളോ ചെയ്തിട്ട് നല്ല റിസൾട്ട്സ് തന്നെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. എല്ലാവരും എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് വന്ന് ഫോളോ ചെയ്യുക. ഞാൻ എപ്പോഴും അപ്ഡേറ്റ്സ് ഇടുന്നതാണ്. ഇനിയും കുറേ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. Until next time, this is me Abhina signing off. Bye. Love you all.